ഓം ശാന്തി. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇനി എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്ന പല മനുഷ്യന്മാരും ഉണ്ടാവും. എന്നൊരു കുട്ടിയുടെ കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഒരു മിടുക്കനായ മോനായിരുന്നു. സ്കൂളിൽ ഫസ്റ്റ് റാങ്കോട് കൂടി അവൻ പഠിച്ചിരുന്നു. എല്ലാ കാര്യത്തിലും ഒന്നാമൻ, വീട്ടുകാർക്ക് അഭിമാനമായിരുന്ന കുട്ടി, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്ന മോൻ. അങ്ങനെ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് നഗരത്തിലെ സിറ്റിയിലെ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർക്കും അവൻ്റെ മുത്തശ്ശനൊക്കെ തോന്നാൻ തുടങ്ങി ഇവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കോളേജിൽ ചെന്ന് അന്വേഷിച്ച സമയത്ത് മനസ്സിലായി മോശം കൂട്ടുകെട്ടിൽ അവൻ കുരുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആരും കാണാതെ സിഗരറ്റ് വലിക്കുക, എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സുമായിട്ട് വേണ്ടാത്ത രീതിയിലുള്ളതായിട്ടുള്ള ചാറ്റിങ്ങും വീഡിയോസും ഒക്കെ ആയിട്ട് അവൻ വഴിമാറി പോകുന്നുണ്ടെന്ന് തോന്നി. മുത്തശ്ശനും അമ്മയും അച്ഛനും എല്ലാവരും അവൻ്റെ അടുത്ത് കഴിവിൻ്റെ പരമാവധി ഉപദേശിച്ച് നോക്കി. ആ കൂട്ടുകെട്ട് നമുക്ക് ശരിയല്ല മോനെ, അത് നിനക്ക് നഷ്ടമേ ഉണ്ടാക്കുള്ളൂ എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത്ര ബുദ്ധിയില്ലാത്തവനൊന്നും അല്ലല്ലോ ഞാൻ, നിങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ലോ പഠിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ വന്നത്, അതുകൊണ്ട് എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് രക്ഷയുണ്ടായില്ല. അവൻ അവൻ്റെ കൂട്ടുകെട്ടിൽ പെട്ടു, പഠിപ്പിൽ വളരെയധികം പിന്നോട്ട് പോയി. അങ്ങനെ ആദ്യത്തെ വർഷത്തെ അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ തവണ SSLCക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാത്തിലും റാങ്ക് വാങ്ങിയ കുട്ടി, അഥവാ അതിൻ്റെ ഹൈ ലെവൽ മാർക്ക് വാങ്ങിയ കുട്ടി, അത് വന്ന സമയത്ത് ഒരു വിഷയത്തിൽ തോറ്റു. അവന് ഭയങ്കര സങ്കടമായിപ്പോയി. മറ്റൊക്കെ കഷ്ടിച്ച് പാസ്സായി, ഒരു വിഷയത്തിൽ അവൻ തോറ്റുപോയി. അതവനൊരിക്കലും താങ്ങാവുന്നതായിരുന്നില്ല. ഈ റിസൾട്ട് വന്നതോടുകൂടി ആ കുട്ടി മുറിയിലുള്ളിൽ പുറത്തിറങ്ങാതെയായി. ആഹാരം കഴിക്കാൻ വന്ന അമ്മ വിളിച്ചാൽ നിർബന്ധിച്ചാൽ കഴിച്ചു, വീണ്ടും റൂമിൻ്റെ ഉള്ളിൽ പോകും. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു പോയി. ഒരു ദിവസം മുത്തശ്ശൻ വിചാരിക്കുകയാണ്, ഇങ്ങനെ മോനെ മുന്നോട്ട് വിട്ടാലാവില്ലല്ലോ എന്ന്. അങ്ങനെ ഇവൻ്റെ മുറിയിൽ കയറി ചെന്നു. അപ്പോൾ നല്ല തണുപ്പുള്ളൊരു നാട്ടിലാണ്. അതുകൊണ്ട് ഫയർ പ്ലേസ്, നമ്മൾ ഈ കൽക്കരി ഇട്ട് കത്തിക്കുന്നതായിരിക്കുന്ന റൂം ചൂടാക്കുന്ന ഒരു സാധനം അവൻ്റെ മുറിയിലുണ്ടായിരുന്നു. എന്തു ചെയ്തെന്ന് വെച്ചാൽ മുത്തശ്ശൻ അവൻ്റെ മുറിയിൽ പോയിട്ട് ആ കൽക്കരി കത്തുന്നൊരു കൽക്കരി എടുത്ത് അങ്ങ് പുറത്തേക്ക് ഇട്ടു. പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ആദ്യം അത് നിലത്ത് കിടന്നും കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ മിന്നി ആ കൽക്കരി അങ്ങ് കെട്ടുപോയി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, മുത്തശ്ശൻ എന്താ ചെയ്തത്, എന്തിനാണിപ്പോൾ ആ കൽക്കരി എടുത്തിട്ട് റൂമിനുള്ള താഴ്ത്തിട്ടത് എന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ താഴത്ത് കിടന്ന് കെട്ടുപോയത് കൊണ്ട് ആ കൽക്കരി കത്താതെ ആവുന്നത്, ഞാനിപ്പോൾ വീണ്ടും ഇട്ട് തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അതെടുത്തിട്ട് വീണ്ടും ആ ഫയർ പ്ലേസിലേക്ക് ഇട്ടു. അത് വീണ്ടും അവിടെ കിടന്ന് കത്താൻ തുടങ്ങി. അതുവരെ മിണ്ടാതിരുന്നായിരിക്കുന്ന കുട്ടി ചോദിച്ചു, ഇപ്പം എന്താ മുത്തശ്ശൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. അല്ല മോനെ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീയും ഇതുപോലെ നമ്മുടെ കൂട്ടത്തിലിരുന്ന് നന്നായി കത്തി ജ്വലിച്ചിരുന്ന ഒരു കൽക്കരിയായിരുന്നു. ഒരു ദിവസം സംഘദോഷത്തിൽ പെട്ടു, നീ ഫയർ പ്ലേസിൽ നിന്ന് താഴെ വീണു, ഭൂമിയിൽ വീണു. ഭൂമിയിൽ വീണതുകൊണ്ട് സംഘദോഷം വന്നപ്പോൾ പതുക്കെ നീ മിന്നി കെട്ടുപോയി. ആ കെട്ടുപോയി എന്നുള്ളതിൻ്റെ അർത്ഥം നീ ഇനി കത്തില്ല എന്നല്ലല്ലോ. ഒരിക്കൽ തോറ്റു എന്നതിൻ്റെ അർത്ഥം നിനക്കിനി പഠിച്ച് ജയിക്കാൻ പറ്റില്ല എന്നല്ലല്ലോ. അതുകൊണ്ട് നീയും ആ കഴിഞ്ഞതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് മിടുക്കനായിട്ട് പഠിക്ക്, ഒരു വർഷമല്ലേ പോയിട്ടുള്ളൂ, നിനക്ക് മുന്നോട്ട് വരാവുന്നതേ ഉള്ളൂ എന്ന്. അവൻ വിതുമ്പിക്കൊണ്ട് മുത്തശ്ശനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു, മുത്തശ്ശ എന്തായാലും ഞാൻ അതിനെ സ്വീകരിച്ചിരിക്കണം, ഞാൻ പഠിച്ചിരിക്കുമെന്ന്. വീണ്ടും അവൻ കത്തി ജ്വലിക്കാൻ തുടങ്ങി. മിടുക്കനായി പഠിച്ച് നാട്ടിൽ നല്ലൊരു മാതൃകയായിട്ട് വളർന്നു. ഇത് എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു ഇൻഡിവിജ്വൽ സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് അണഞ്ഞുപോയി അല്ലെങ്കിൽ തീ കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് ഇനി അത് കത്തില്ലെന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി ഒരു തോൽവി പറ്റി എന്ന് കരുതിയിട്ട് ഇനി എന്നെക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. വീണ്ടും നമ്മൾ കൊടുക്കൂ, വീണ്ടും അത് തീയായിട്ട് അണയ്ക്കൂ, വീണ്ടും അതിനെ ശക്തിപ്പെടുത്തൂ, അത് വീണ്ടും നമുക്ക് ജ്വലിക്കാൻ തുടങ്ങും. ഏത് തീയായിട്ട് അണയ്ക്കണം? ആ കൽക്കരിയാവുമ്പോൾ എടുത്തിടാൻ എളുപ്പമായി നമുക്ക് ഫയർ പ്ലേസ് ഉണ്ടായിരുന്നു. നമ്മൾ ഏത് തീയായിട്ടാണ് കത്തിക്കേണ്ടത്, ഏത് തീയിലാണ് അണയ്ക്കേണ്ടത്? മറ്റ് മനുഷ്യന്മാരായിട്ടുള്ള തീയിൽ നിന്നൊരു പക്ഷെ നമുക്ക് ഊർജ്ജം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ പരമ്പൊരുളായിരിക്കുന്ന പരമാത്മാവാകുന്ന അഗ്നിസ്വരൂപനായ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്കിനി എന്തു ചെയ്യണമെന്ന് പിടികിട്ടുന്നില്ല എങ്കിൽ, തോറ്റുപോകുന്നോ എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, സർവശക്തനായ ഭഗവാന്റെ കൈ പിടിക്കൂ, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുക, ജീവിതത്തിൽ ഈശ്വരനുമായിട്ട് സംസാരിച്ചുകൊണ്ട് അതിശക്തമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി തയ്യാറാവൂ. തീർച്ചയായിട്ടും ആ തോൽക്കുമെന്ന ഭയത്തിൽ നിന്ന് ഞാൻ ജയിച്ചിരിക്കും എന്ന ഉറപ്പിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അങ്ങനെ മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.